ഹായ്, വെൽക്കം. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഞാൻ നല്ലൊരു ഡീറ്റെയിൽഡ് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞു തരുന്നത്. സോ ഐ എം മുനവർ അലി, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് എജുസാർട്ട്. നമുക്കൊരു സ്റ്റാർട്ടപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഫുഡ് ബിസിനസ്സാണ്. നമുക്കറിയാം, ഇപ്പോൾ എല്ലായിടത്തും നോക്കിയാൽ ഫുഡ് ബിസിനസ്സാണ് ഏറ്റവും നല്ല ഗ്രോത്ത് വരുന്ന അല്ലെങ്കിൽ നല്ല പൊട്ടൻഷ്യലുള്ള നമുക്ക് തോന്നുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഫുഡ് ബിസിനസ്. ഈ ഒരു ഫുഡ് ബിസിനസ് നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സായി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യുന്നു, നമ്മുടെ അവിടെ ഒരു ഒക്യുപ്പൈ ചെയ്യാനുള്ള സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു 50, ചിലപ്പോൾ ഒരു 100 സീറ്റ് ആയിരിക്കും നമ്മൾ അവൈലബിൾ ആക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 സീറ്റുള്ള ഒരു സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തു. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മാക്സിമം ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാലിക്കറ്റ് തന്നെ എടുക്കുക, ഫുഡിൻ്റെ ഒരു മെയിൻ സെൻറ്റർ ആയിട്ടുള്ള കാലിക്കറ്റ് തന്നെ എടുക്കുക. പക്ഷേ ഈ കാലിക്കറ്റുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനുള്ള ആൾക്കാരുടെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ സിറ്റുവേറ്റഡ് ആയിരിക്കും. അപ്പം അവിടെ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് ആ ഒരു പെർ ഡേ നടക്കുന്ന സെയിൽസിനെ കുറിച്ചിട്ടായിരിക്കും ഈ ട്രഡീഷണൽ ബിസിനസ് മെയിൻലി വർക്ക് ചെയ്യുക. അപ്പോൾ അന്ന് എത്രത്തോളം സെയിൽ നടക്കും, അന്ന് എത്രത്തോളം ഓർഡേഴ്സ് നടക്കും, അന്ന് എത്രത്തോളം ആൾക്കാർ വരും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റവന്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് വെച്ചാൽ. ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലൊക്കേഷനിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് ഒരു ഹ്യൂജ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ല, മറിച്ച് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു നോർമൽ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 3 പോയിൻറ്റ്സ് ആയിരിക്കും. ഒന്ന് ഇന്നോവേഷൻ, രണ്ടാമത് ടെക്നോളജി, തേർഡ് സ്കെയിലബിലിറ്റി. എന്താണിത്? ഇപ്പം നമ്മളൊരു ഫുഡ് ബിസിനസ് ആണെന്ന് പറഞ്ഞു, നമ്മൾ ഫുള്ള് പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇതൊരു സ്റ്റാർട്ടപ്പ് മോഡലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവരും. നമ്മളിപ്പം എത്ര ടേസ്റ്റ് നമ്മൾ യുണീക്ക് ആണെന്നൊക്കെ പറഞ്ഞാലും അതൊരു വൺ കൈൻഡ് ഓഫ് ഇന്നോവേഷൻ തന്നെ. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാം. എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ഇതേ ഫുഡ് ബിസിനസ്സിനെ നമ്മളൊരു ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു ഡെലിവറി പാറ്റേണിലേക്ക് കണക്കാക്കി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ചെയ്ത പോലെ ഒരു ഡെലിവറി ബിസിനസ് ആക്കി നമ്മൾ മാറ്റി. അതാണ് ഒരു ഇന്നോവേറ്റീവ് പോയിന്റ്. നമ്മൾ എന്ത് ബിസിനസ് ആണെങ്കിലും ചെയ്യുന്നത് നമുക്ക് അതിലൊരു ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഇന്നോവേഷൻ കൊണ്ടുവന്ന് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സ്വിഗ്ഗി പോലെ ഡെലിവറി ബിസിനസ് ആക്കി. ഇനി അതിന് നെക്സ്റ്റ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടേമാണ് ടെക്നോളജി. ടെക്നോളജിക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി, നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്തു, അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു ആപ്പും വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് മാക്സിമം വാട്ട് ആർ ദ ടെക്നോളജി നീഡ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചേർഡ് മാക്സിമം ടെക്നോളജിനെ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളെ വർക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ചെയ്യാനും സ്മൂത്ത് ആക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. തേർഡ് വൺ, ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട് എന്ന് വെച്ചാൽ സ്കെയിലബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആ കാലിക്കറ്റ് ബേസ്ഡ് ആയിരിക്കും. മാക്സിമം അത്രത്തോളം ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ടപ്പിൻ്റെ കേസ് എടുത്താൽ അതിൻ്റെ സ്കെയിലബിലിറ്റി പറഞ്ഞാൽ വെരി ഹ്യൂജാണ്. നമ്മളിപ്പോൾ ഈ കാലിക്കറ്റ് തുടങ്ങിയതാണെങ്കിൽ പോലും നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു സ്കെയിലബിലിറ്റി അതിനുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സൊമാറ്റോ ആണെങ്കിൽ സ്വിഗ്ഗി ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന, ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് നടക്കാൻ കാരണം തന്നെ ആ സ്കെയിലബിലിറ്റി എന്നുള്ള ഫാക്ടറാണ്. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന കർണാടക ചെയ്യാം, തമിഴ്നാട് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, നെക്സ്റ്റ് ഏരിയയിലേക്ക് വരാൻ പറ്റും. മറ്റേ ട്രഡീഷണൽ ബിസിനസ് നമ്മൾ നെക്സ്റ്റ് ഏരിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബ്രാഞ്ച് ഇടണം, ഫസ്റ്റത്തെ ക്യാപിറ്റൽ ഹ്യൂജ് ആയിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് ഈ സ്റ്റാർട്ടപ്പിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്ത് ഇത്രത്തോളം നടക്കാൻ കാരണം. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടുള്ള നമ്മളെ സെപ്റ്റോൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2021 ഫൗണ്ട് ചെയ്ത 2 ഫൗണ്ടേഴ്സ് ആയിരുന്നു. അവർ 2021 ഫൗണ്ട് ചെയ്ത് ഇപ്പോൾ 24-25 വരുമ്പോൾ $5 ബില്യൺ വാല്യുവേഷനിലേക്ക് എത്തിയ ആ ഒരു കമ്പനി. സോ അത്രത്തോളം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും ഈ സ്റ്റാർട്ടപ്പിൻ്റെ കേസ് ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ ചില ആൾക്കാർ എന്തെങ്കിലും സ്റ്റാർട്ടപ്പാന്ന് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ അവർ തുടങ്ങിയത് സ്റ്റാർട്ടപ്പാന്ന് അവർക്ക് മനസ്സിലാവാത്തുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 3 പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി നോക്കാം. ഒന്ന് ഇന്നോവേഷൻ, 2 ടെക്നോളജി ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, തേർഡ് വൺ സ്കെയിലബിലിറ്റി എന്നുള്ളതാണ് മേജർ ഫാക്ടർ. നമ്മൾ എജുസോൾവ് ബിൽഡ് ചെയ്തതും ഒരു സ്റ്റാർട്ടപ്പ് മോഡലാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു 10+ കൺട്രീസിൽ നമ്മളെ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റി. അത് ബിക്കോസ് ഓഫ് ആ സ്കെയിലബിലിറ്റി എന്നുള്ള ഫാക്ടർ നമ്മൾ ഇനീഷ്യലി തന്നെ നോക്കി അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് എടുക്കാമെന്നുള്ളത്.
സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറുള്ള ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലിങ്കും ഞാൻ എന്താക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും. സോ താങ്ക് യു.